ദൈവം എനിക്ക് സൗഖ്യം തന്നു. ദൈവം എനിക്ക് സൗഖ്യം തന്നു. ദൈവവചനം ശ്രവിക്കുന്ന ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇതൊരു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാണ്. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദിവസമാണ്. 20-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് സാധിപ്പിച്ചു തരും. നിങ്ങൾ ആഗ്രഹിച്ചത്, നിങ്ങൾ സ്വപ്നം കണ്ടത്, നിങ്ങൾ പ്രാർത്ഥിച്ചത് കർത്താവ് നിങ്ങൾക്ക് തരും. ഇന്ന് ഈ വചനം നിങ്ങളുടെ കയ്യിൽ എത്തിക്കുവാൻ കാരണം ഒരു ഫാമിലിയാണ്. അവർക്ക് ദൈവം കൊടുത്ത വരുമാനത്തിൻ്റെ ഒരു ഭാഗം അവർ ഈ വേലയ്ക്ക് വേണ്ടി ചെലവഴിച്ചു. നിങ്ങളും ഈ വചനം കേൾക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളെപ്പോലെ ജനലക്ഷങ്ങളുടെ പ്രാർത്ഥന ഇന്ന് അവർക്ക് കിട്ടും. അവരും അനുഗ്രഹിക്കപ്പെടും, നിങ്ങളും അനുഗ്രഹിക്കപ്പെടും. നമുക്ക് വചനത്തിലേക്ക് കടക്കാം. അപ്പം ശിഷ്യന്മാരെല്ലാം പടകെ കയറി. യേശു ചോദിക്കുക, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുന്നത് എന്താ? ഞാൻ വിളിച്ചു പറയാൻ 2016 നീ ദൈവത്തെ രുചിക്കുന്ന ഒരു വർഷമാകട്ടെ. നീ ആയിരങ്ങളോട് വിളിച്ചു പറയണം, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവീൻ. നിങ്ങൾക്കറിയാമോ, ശലോമോൻ ആലയം അങ്ങോട്ട് പണിത് കഴിഞ്ഞിട്ട് ആലയത്തിനകത്ത് നിന്നോണ്ട് പറയോ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ. ഇങ്ങനെ പറഞ്ഞൊരു യാഗം അങ്ങോട്ട് കഴിച്ചപ്പോൾ യഹോവയുടെ തേജസ് ആലയത്തിനകത്ത് ഇറങ്ങി. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ദൈവം നല്ലവനെന്ന് പറയാൻ തുടങ്ങിയാൽ ദൈവത്തിന് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ഇന്ന് പകൽ സ്തുതിക്കാൻ തുടങ്ങിയാൽ ദൈവത്തിന് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ഇന്ന് പകൽ വിശ്വസിച്ച് വിളിച്ചു പറയാം, അവൻ നല്ലവനെന്ന് പറയാൻ നിനക്ക് ദൈവം കൃപ തരട്ടെ. മനസ്സിനകത്ത് പറയണം, അവൻ നല്ലവനാണ്. നിന്റെ ജീവിതത്തിൽ അവൻ നല്ലവനായി വെളിപ്പെടാൻ പോകുകയാ. തിന്മയെല്ലാം മായിക്കുന്നവൻ, നന്മ വെളിപ്പെടുത്തുന്നവൻ. വിളിച്ചു പറയാം, അവൻ നല്ലവനാണ്. അത് വിശ്വസിക്കുന്നവർ ചേർന്ന് രാമയും പറഞ്ഞാട്ട്, അവൻ നല്ലവനാണ്, അവൻ നല്ലവനാണ്. മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കണം, യേശു നല്ലവനാണ്, അവന് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യവുമില്ല. അത് വിശ്വസിക്കുന്നവർ ചേർന്ന് രാമയും പറഞ്ഞാട്ട്, എനിക്ക് ദൈവാത്മാവ് വെളിപ്പെടുത്തി തരുന്നു, ഇന്ന് നിന്നെ വട്ടം കറക്കുന്ന ചില കാറ്റുകളെ ദൈവം ശാസിക്കുകയാ. എന്നിട്ട് എന്നോട് ദൈവം പറഞ്ഞു, അതിനകത്തൊരു വഴി നിനക്ക് വെളിപ്പെടുത്തി തരികയാ. അത് മാനുഷിക വഴിയല്ല, അത് ദൈവിക വഴിയാണ്. ഹല്ലേലൂയ. അവൻ ശ്രദ്ധിക്കണേ, അവന് ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും വഴികളുണ്ട്. നിങ്ങൾ എത്ര പേർക്ക്, ഞാനൊരു ആത്മീയ മർമ്മം പറഞ്ഞിട്ട് ഞാൻ ഈ 7-ാമത്തെ വാക്യത്തിലേക്ക് വരാം. അതാ പ്രസംഗം. സ്തോത്രം. 3-ാമത്തെ വാക്യത്തിലേക്ക്, അവന് ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും വഴിയുണ്ട്. ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും ദൈവത്തിൻ്റെ വഴിയുണ്ട്. വിശ്വസിച്ചേ. നീ അനുഭവിക്കുന്ന കാറ്റിനകത്തും ദൈവത്തിൻ്റെ വഴി നിനക്ക് തുറന്നു തരും. ഈ പ്രതികൂലം നിന്നെ തകർക്കാനല്ല, ഇതൊരു വഴി വെളിപ്പെടുത്താനാണ്. അപ്പം അങ്ങനെയാണെ നമുക്ക് ഇപ്പം ലഭിച്ചിരിക്കുന്ന പ്രതികൂലം ഓർത്തൊന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? നിനക്ക് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഇത് നന്മയ്ക്കാ. എൻ്റെ ബ്രദറെ വട്ടം കറങ്ങിക്കോട്ടെ.
ഇതിനകത്തുനിന്നൊരു നന്മ വിളിച്ചു വരുത്തും. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം ഇന്ന് പകൽ വിളിച്ചു പറയുക, ഈ ചുഴലിക്കാറ്റിനകത്ത് എനിക്ക് വഴിയുണ്ട്. അത് മാനുഷിക വഴിയല്ല, ദൈവത്തിന്റെ വഴിയാണ്. ഈ ശിഷ്യന്മാർ ഈ കാറ്റിനകത്ത് ചെന്ന് കയറിയതാണോ കർത്താവ് കൊണ്ടു കയറ്റിയതാണോ? കൊണ്ടു കയറ്റിയതാ. യേശു ഗദരദേശത്ത് കാലുകുത്തി 5:1 അവിടെ വിടാതെ വായിക്കണം. മർക്കോസ് 5:1. ജീസസ് അവർ കടലിന്റെ അക്കരെ ഗദരദേശത്തെത്തി. പടകിൽ നിറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. യേശു ചെല്ലുന്ന ഇമെയിൽ വിട്ടായിരുന്നോ? രാവിലെ 8:45 യേശുവിനെ വഹിച്ചുകൊണ്ടുള്ള പടക് ഗദരദേശത്തിന്റെ കരയിൽ അടുക്കുമെന്ന് ഇമെയിൽ വന്നായിരുന്നോ? പിന്നെ എങ്ങനെയാ ഭൂതം അറിഞ്ഞ്? ചെല്ലുവനെ ബ്രദറെ, ഞാൻ മീറ്റിംഗ് നടത്തില്ല, ഞാൻ അറിഞ്ഞില്ല. നീ അറിയത്തില്ല, ഭൂതം അറിയും. നീ സീരിയലിലല്ലേ, പിന്നെ എങ്ങനെ അതൊക്കുന്നു? വേണ്ട, മിണ്ടുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ഗദരദേശത്തെത്തിയ വിവരം ആരറിഞ്ഞു? ഭൂതം ആരാന്ന് എഴുതിയേക്കുന്ന ഭാഗം ശ്രദ്ധിക്കണേ. വസ്ത്രം ധരിക്കാത്തവൻ, വീട്ടിൽ കിടക്കാത്തവൻ, നാട്ടുകാർക്ക് ഭീഷണിയായവൻ, കല്ലറ AC റൂമാക്കിയവൻ, നസ്രായൻ വരുന്ന വിവരമറിഞ്ഞ് എതിരേക്കാൻ മുമ്പിൽ വന്ന് നമസ്കരിച്ചുകൊണ്ട് നിൽക്കുക. ഞാൻ ദൂത് പറയാം നിന്നോട്, അഴിഞ്ഞാടിയ പലതും ഈ ദിവസങ്ങളിൽ നസ്രായന്റെ മുമ്പിൽ മുട്ടുകുത്തും. വിശ്വസിക്കാൻ കൃപ ലഭിച്ചവർക്കായി സ്തോത്രം ചെയ്യുക. നിന്റെ സന്തതിയുടെ ജീവിതത്തെ അമ്മാനമാടിയ ചില ദുർഭൂതങ്ങളുടെ പരമ്പരകളെ കാൽക്കീഴിൽ അമർത്താൻ കഴിവുള്ള യേശു. ബൈബിളിൽ ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച പറഞ്ഞൊരു വാക്യം ഞാൻ കടമെടുത്ത് പറയുക. സമാധാനത്തിന്റെ ദൈവം സാത്താനെ നിന്റെ കാൽക്കീഴിൽ എന്നേക്കുമായി ചതച്ചു കളയും. 5:1 വായിച്ചേ. മാർക്ക് ചാപ്റ്റർ 5 verse 1. അവർ കടലിന്റെ അക്കരെ ഗദരദേശത്തെത്തി. പടകിൽ നിറങ്ങി ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകൾ വന്നവനെ എതിരേറ്റു. അവന്റെ പാർപ്പ കല്ലറകളിലായിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചുകൂടാഞ്ഞു. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിയും വിലങ്ങ് ഉരുമിയൊടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. അവൻ യേശുവിനെ ദൂരത്തുനിന്ന് കണ്ടിട്ട് ഓടിച്ചെന്നവനെ നമസ്കരിച്ചു. അവൻ ഉറക്കെ നിലവിളിച്ചു, യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്ക് നിനക്ക് തമ്മിൽ എന്ത്? യേശു ചുമ്മാ നിൽക്കുക, ഇവൻ തന്നെ എല്ലാം കാണിക്കുക. യേശു ഒന്നും ചെയ്യുന്നില്ല. കാര്യം ഇവനുള്ള മരുന്ന് അക്കരനെ കൊടുത്തേച്ചാവുന്നത്. എല്ലാം പറയാ, യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്ക് നിനക്ക് തമ്മിൽ എന്ത്? പിന്നെ ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് അപേക്ഷിക്കുന്നത്. ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുത്. ഈശോ കയ്യും കെട്ട് നിൽക്കുക, ഇവൻ പറയാ എന്നെ ദണ്ഡിപ്പിക്കല്ലെന്ന്. വരണ്ടവൻ വന്നാൽ നിനക്ക് ദണ്ഡനമാ പിശാചേ. ഇത് സംസാരിക്കുന്നത് ഇവനാണോ ഭൂതമാണോ? ഭൂതം. നീണ്ട വർഷങ്ങൾ ഭൂതം ഈ ചെറുപ്പക്കാരനെ ദണ്ഡിപ്പിച്ചു. എന്നാൽ യേശു വന്നപ്പോൾ ഭൂതം തന്നെ ദണ്ഡിക്കപ്പെടുക. ഓ ജീസസ്. എടാ കുഞ്ഞെ, ഒരു സത്യം നിന്നോട് പറയാം. ഏതിനും നിനക്കും ഒരു സമയമുണ്ട്. നിന്നെ ദണ്ഡിപ്പിച്ച ദുഷ്ടശക്തികളുടെ മുൻപിൽ തിരിച്ചു ദണ്ഡിപ്പിക്കാൻ നിനക്കും ഒരു സമയമുണ്ട്. നീ അനുഭവിച്ച കറക്കത്തിനൊരു അറുതി വരും. ഞാൻ ചോദിക്കാം, യേശു നമ്മളെ പോലെ ഇങ്ങനെ ഭൂതം കണ്ട് യേശുവിൻ്റെ നാമത്തിൽ കെട്ടടി. ഈ ചിലർ ഭൂതമൊക്കെ ബന്ധനമൊക്കെ അടിക്കുമ്പോൾ പറയും ഗ്ലോറി, 42 എണ്ണം പോയി 33 എണ്ണം ഇനി പോകാനുണ്ട്. ഇതെൻ്റെ പഞ്ചവത്സര പദ്ധതിയാണോ? അങ്ങനൊന്നും ബൈബിളിലില്ല. ശാസിച്ചാൽ പൊക്കോണമെന്നാ. പിന്നെ ഭൂതത്തോട് വർത്താനം പറയുന്ന ജ്യോതിഷന്മാരുണ്ട്. മിണ്ടുന്നില്ല. ഒരെണ്ണത്തെ ശാസിച്ചു, ഭൂതം താഴെ വീണ് പറഞ്ഞു, എൻ്റെ പേര് മറിയാമെന്നാണ്. ജീസസ്. അപ്പം ചോദിക്കോ മദൽ മറിയോ ആണോ മറ്റേ മറിയോ ആണോ? അപ്പം മറ്റേ മറിയോ ആണോ? അപ്പോൾ ഒരാൾ കണ്ടോ ഭൂതം എന്ന് പറഞ്ഞാൽ പോനെ പോഷ്കിൻ്റെ അപ്പൻ, അവൻ പറയുന്നത് കേൾക്കരുത്. ഞങ്ങൾ 8 പേരാ, 8ൻ്റെ പെരുന്നാളിനന്ന് ഞങ്ങൾ 8 വെടി പൊട്ടിച്ചകത്ത് കയറിയതാ. ഇവൻ പറയുന്നതെല്ലാം കേട്ടോ എല്ലാവരും. ഓ ശരിയാ, ഞങ്ങളുടെ വീടിനടുക്ക പെരുന്നാളുണ്ട്. ആര് പറയുന്നത് ചേട്ടാ? ഭൂതം. പ്രാർത്ഥിച്ചറിയാൻ കഴിവില്ല, ഇങ്ങനെയൊക്കെ ഭൂതം പറഞ്ഞ കേൾക്കേണ്ടി വരും. ഗ്ലോറി.
ആരാധനയ്ക്കകത്ത് ഭൂതത്തെ കൊണ്ട് മിണ്ടിക്കരുത്. ഭൂതം പറയുന്ന സ്ഥലമല്ല ആരാധന, ദൈവം പറയുന്ന സ്ഥലം ആരാധന. ചിലർക്ക് പോയി എന്നെ ബ്രദറെ ഇന്നത്തെ ആരാധനയ്ക്ക് ഒരു ഭൂതം ഇളകാതെ പറയുന്ന കേൾക്കണം. ഓ ഞാൻ തലേ കൈ വെച്ചു പോ. കാര്യം പറയുന്ന ആളിന് ഇത് തന്നെയാണല്ലോ. ഞങ്ങളെ ഒരു സ്ഥലത്ത് വലിയ രസമുണ്ടായി, ഒരു ഭയങ്കര ആരാധന നടക്കുക. ഞാൻ ലിനിയൊക്കെ ആ മീറ്റിങ്ങിലുണ്ട്. സ്തോത്രം. ഒരു ചെറുപ്പക്കാരൻ്റെ അടുത്ത് ഭൂതോളി ഭയങ്കരമായിട്ട് ഭൂതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പരിപാടിയാണ്. ബെഞ്ചൊക്കെ കാലെ പൊക്കി ഫാനിൻ്റെ ലീഫ് അടിച്ചുകൊണ്ട് താഴെ വരിക. ലോറി ഭയങ്കര കളി. ആചാരഭോഗം 5 പേര് പിടിക്കുക. 5 പേരൊക്കെ ഇങ്ങനെ കുടത്തിൽ കഴിയുമ്പോൾ 5 പേരും 5 മൂലയ്ക്ക് പോയി വീഴുക. ഭയങ്കര ഇളകി നിൽക്കുക ഭൂതം. ശാസിച്ചു ഭൂതം യേശുവിൻ്റെ നാമത്തിൽ വിട്ടുവന്നു. ഭൂതം പറഞ്ഞു പോകാം, പക്ഷേ ഞാൻ എൻ്റെ കൂടെ ഒരാളൂടുണ്ട്. ഒറ്റ ചാട്ടം 8 രൂപ അപ്പുറത്തിരുന്ന ഒരു അച്ഛൻ്റെ കഴുത്ത കയറി പിടിച്ചു. ഞാൻ എൻ്റെ ബാക്കി അച്ഛൻ്റെ ദേഹത്തോണ്ട്. എൻ്റെ അച്ഛനും പെടഞ്ഞ് താഴെ വീണ് അലറാൻ തുടങ്ങി. ഗ്ലോറി ഗ്ലോറി. പിന്നെ കുറച്ചാൾ കഴിഞ്ഞാൽ അറിഞ്ഞ് ഇവർ വാട്സാപ്പ് ഫ്രണ്ട്സാണ്. ഞാൻ യോഗം കഴിഞ്ഞ് അച്ഛൻ രണ്ടുപേരും വിളിച്ചു വെച്ചു. വാട്സാപ്പിൽ കൂടെ എന്നായിരുന്ന പരിപാടി? അതെല്ലാം ഡിലീറ്റ് ചെയ്താണ് ഞങ്ങളിപ്പം. പോട്ടെ, ഞാൻ വിടുക. മനസ്സിലായവർക്കായി സ്തോത്രം, മനസ്സിലാകാത്തവർക്കായും സ്തോത്രം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞ ചെല്ലു പറയും എനിക്കൊന്നും മനസ്സിലായില്ല, മനസ്സിലാകാഞ്ഞതിനായി സ്തോത്രം. നിന്നെയൊക്കെ കുറച്ച് കാര്യം മനസ്സിലാക്കി നിർത്തിയേക്കുന്ന കൃപ വേണ്ടിയോണ്ടാ. എല്ലാം മനസ്സിലാക്കണ്ട, നീ പിന്മാറ്റത്തിൽ വേദമുണ്ട. ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, ഇതിലേക്ക് വരിക. യേശു ഭൂതത്തോട് വല്ലതും പറഞ്ഞോ? എന്നാ ഭൂതം തന്നെ എല്ലാം പറയുക. ദൈവത്താണ് എന്നെ എന്ത് ചെയ്യരുത്. വായിച്ച ബാക്കി. ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുതെന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അശുദ്ധാത്മാവെ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോകാൻ എന്ന് യേശു കൽപ്പിച്ചിരുന്നു. നിന്റെ പേരെന്തെന്ന് അവനോട് ചോദിച്ചു. എന്റെ പേർ ലെഗ്യോൻ, ഞങ്ങൾ പലരാകുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അടുത്തത്, നാട്ടിൽ തങ്ങളെ അയച്ചു കളയാൻ ഏറിയോന്ന് അപേക്ഷിച്ചു. അവിടെ മലയരികെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ആ പന്നികളിൽ കിടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു. അവൻ അനുവാദം കൊടുത്തു. അശുദ്ധാത്മാക്കൾ പുറപ്പെട്ട് പന്നികളിൽ കടന്നിട്ട് കൂട്ടം കടുതൂക്കത്തോടെ കടലിലേക്ക് ഈ നാട്ടിൽ നിന്ന് ഞങ്ങളെ എന്ത് ചെയ്യരുത്. അതിന്റെ കാരണം നാട്ടുകാർക്ക് ഞങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുന്ന് ഞങ്ങളെ വിടരുത്. യേശുവിന് ഇഷ്ടമില്ലെങ്കിൽ ഞങ്ങളെ ഇഷ്ടമുള്ള അച്ചായന്മാരുണ്ട് ഇവിടെ. ഇനി അഥവാ വിട്ടാൽ എങ്ങോട്ട് വിടണം? അങ്ങനെ എനോ കൂടെ ചേരും. നിങ്ങൾ കണ്ടിട്ടില്ലയോ? നമ്മുടെ ഇടയിലും അങ്ങനെ ഉണ്ട്. ഞൊണ പറയുന്നവർ നമ്മ എന്തോ കൂട്ടാ. വഴക്കാളികളും കൂടെ അവരൊന്നിച്ച് ഇരിക്കും. പാട്ട് പാടുന്നവർ അവരൊന്നിച്ച് ഇരിക്കും. അങ്ങനെ പന്നിക്കൂട്ടത്തെ മേഞ്ഞോണ്ടിരുന്ന പന്നിയേക്കകത്തോട്ട് എന്ത് ചെയ്യുന്നു? ഭൂതം കയറി. അപ്പം നിങ്ങൾ ഒരു വലിയ മർമ്മം മനസ്സിലാക്കി. എത്ര ഭൂതമുണ്ട്? 6000. എത്ര പന്നിയുണ്ട്? എല്ലാം അവസാനം 2000 പറഞ്ഞു, 6000 പറഞ്ഞു, 4000 പറഞ്ഞു, പിന്നെ അവസാനം 2000. ബൈബിൾ വായിച്ചില്ല കുഴവേ. ചോദിക്കുക, ഒരു പന്നിയുടെ ദേഹത്ത് എത്ര ഭൂതം വെച്ച് കയറി? 3 ഭൂതം പന്നിയുടെ മേൽ കരുമാൻ പന്നി തീരുമാനിച്ചു. ഭൂതത്തെ കൊണ്ട് ജീവിച്ചതിനേക്കാൾ നല്ല സൂയിസൈഡ് ചെയ്യുന്ന. 6000 ഭൂതത്തിന് ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ പറ്റിയില്ല. ഇവിടെ നീ സ്തുതിക്കണ്ടേ? പക്ഷെ 3 ഭൂതത്തിനൊരു പന്നിയെ നശിപ്പിക്കാൻ പറ്റി. വാക്തത്വമുള്ള നിനക്കെതിരെ 6000 ഭൂതം കൂടുകൂടിയാലും നിന്നെ തകർക്കാൻ പറ്റത്തില്ല, നിന്നെ ഉടയ്ക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? നിന്നെ കുറിച്ച് ദൈവത്തിന് പ്ലാനുണ്ട്. ആരാണ്ടൊരു മന്ത്രവാദം ചെയ്തെന്ന് പറഞ്ഞപ്പോൾ നീ പേടിച്ചോണ്ട് വീട് വിട്ടു പോകാതെ 6000 ഭൂതം നോക്കിയിട്ട് ഒരു മനുഷ്യനെ തകർക്കാൻ പറ്റിയില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, അവന്റെ വസ്ത്രപൂരിയവൻ നടന്നില്ലേ? നടന്നു. ചങ്ങല വലിച്ചു പൊട്ടിച്ചു. കല്ലുകൊണ്ട് ചതച്ചു. അലറിയില്ലേ? അലറി. പക്ഷേ അവനൊരു വിടുതലുണ്ടായി. ഞാനിവിടെ നിന്നൊരു ദൂത് പറയാം. വർഷങ്ങളായി നിന്റെ കുടുംബത്തിൽ ആധിപത്യം പുലർത്തുന്ന ചിലതിനെ നിന്റെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കാൻ സമയമായി. God's time. ദൈവത്തിന്റെ സമയം. വിശ്വസിക്കുക. നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നില്ലേ നിങ്ങളുടെ വീട്ടിൽ ചിലത് ശാസിക്കപ്പെടേണ്ടതുണ്ടെന്ന്?
എന്നോട് ദൈവം പറയാ, ഇന്ന് ഈ TV സ്ക്രീനിന്റെ മുമ്പിൽ വരുന്നതിന് മുമ്പേ ദൈവം നിന്റെ വീട്ടിൽ ചിലതിനെ ശാസിച്ചു കഴിഞ്ഞു. വിശ്വസിക്കുന്നവർ ചേർന്ന് ആമീൻ പറഞ്ഞാട്ട്. ദിവസങ്ങളിൽ നിന്റെ മുമ്പിൽ ചിലത് കൈയും കെട്ടി വന്നു നിൽക്കും. നിന്റെ മുമ്പിൽ ചിലത് പഞ്ചപുച്ഛ മടക്കി നടക്കും. നിന്റെ മുമ്പിൽ ചിലത് അടങ്ങാൻ പോകുകയാ. നിന്റെ മുമ്പിൽ ചിലത് ഒതുങ്ങാൻ പോകുകയാ. അതിന്റെ കാരണം എന്താ? നീ വഹിക്കുന്ന നാമം ഭയങ്കരമാണ്. എനിക്കറിയത്തില്ല, ചില മന്ത്രവാദ ശക്തികൾ ചില വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ചില ആഭിചാര ശക്തികൾ ഇറങ്ങിപ്പോകുന്നു. ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വർഷങ്ങൾ കൊണ്ട് നിന്റെ കുടുംബത്തെ തകർത്ത, നിന്റെ മോന്റെ ഭാവിയെ തകർത്ത ആ ദുർശക്തികളുടെ മേൽ ഇതാ യേശുവിന്റെ നാമത്തില്. എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം. ഒരിക്കൽ ഒരു മീറ്റിംഗ് കഴിഞ്ഞൊരു കൗൺസിലിങ്ങിന് ഒരു ചെറുപ്പക്കാരൻ എന്നെ വന്ന് കണ്ടു. 39 വയസ്സുണ്ട്. അങ്ങനെ എന്നോട് അങ്ങനെ ഒരു അനുഭവം പറഞ്ഞു. ആദ്യത്തെ അനുഭവം കേട്ടോണം. മസ്കറ്റ് എന്ന് പറയുന്ന രാജ്യത്ത് ജോലിയോടുകൂള്ള വിസ വന്നു. വിസ കയ്യിരിക്കുക. പോകാനുള്ള ഡേറ്റ് ആയപ്പം ടിക്കറ്റ് എടുക്കാൻ ബസ്സിനകത്ത് പോയ വഴിക്ക് ബസ് ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. ഒരു ബൈക്കുകാരനെ പുറകിൽ. ആ ബൈക്കുകാരൻ യാത്ര ചെയ്യുമ്പോൾ അവനൊരു വണ്ടിക്കിടെ ചെന്ന് കയറി. ആക്സിഡൻ്റായി. ഈ കാല് ഒടിഞ്ഞു തൂങ്ങി. 3 മാസമായിട്ടും പോകാൻ പറ്റുന്നുണ്ട്. ആ വിസ ക്യാൻസലായി. ചുരുക്കി പറയാം, അങ്ങനെ 7 വിസ പുള്ളിക്ക് വന്നു. 7 വിസയും 7ാമത്തെ വിസയ്ക്കും പോകാൻ പറ്റിയിട്ടില്ല. പ്രാർത്ഥന സ്ഥലം തപ്പി വന്നേക്കുക. അവൻ്റെ തലേ കൈവച്ച് പ്രാർത്ഥിച്ചു. അലറി നിലത്ത് വീണു. ഗ്ലോറി. എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്. നന്മയോട് അടുപ്പിക്കാത്തൊരു ദുർഭൂതം ഇവൻ്റെ ശരീരത്തിൽ വ്യാപരിക്കുന്നുണ്ട്. ഞാനിവിടെ നിന്നുകൊണ്ടൊരു വെളിപ്പാട് നിന്നോട് പറയാം. നിന്നെ ഏതെങ്കിലും തരത്തിൽ അലട്ടുന്ന ദുർശക്തികൾ ഉണ്ടെങ്കിൽ ഇന്ന് പകലത്തെ ആരാധനയ്ക്കകത്ത് വിളിച്ചു പറയാം, ദൈവം അതിനെ ശാസിക്കാൻ കൃപ തരട്ടെ. ഇന്ന് ഇതുവരെ നടക്കാത്ത ചില കാര്യങ്ങൾ എന്നോട് ദൈവം പറഞ്ഞതിന്റെ സമ്പത്തിനോട് അടുക്കുമ്പോൾ നിന്നെ തച്ചുടയ്ക്കാൻ ശ്രമിക്കുന്ന മനസ്സിൽ ചിരിച്ചോണ്ടല്ല, അവൻ നല്ലവനാ. 1000 വട്ടം പറയണം അവൻ നല്ലവനാ. ഒരിക്കലും യഹോശാഫാത്തിന് നേരെ ശത്രു രാജാക്കന്മാർ എഴുന്നേറ്റപ്പോഴേ, ഹല്ലേലൂയ, യഹോശാഫാത്ത് ചെയ്ത എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, അവൻ കർത്താവിന് സ്തുതിം വിശുദ്ധ വസ്ത്രാലങ്കാരം ധരിച്ച് സ്തുതിക്കുന്നവരെ യുദ്ധത്തിന് മുമ്പിൽ നിർത്തി. എന്നിട്ട് അവര് പറയാ, അവൻ നല്ലവനല്ലോ. ഇങ്ങനെ സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ശത്രുക്കൾക്ക് നേരെ പതിയിരിപ്പുകാരെ എഴുന്നേറ്റു. ഒരാമയും പറഞ്ഞാട്ട്. നീ ഇന്നും നല്ലവനെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാ മതി, ദൈവത്തിന്റെ ഓപ്പണിംഗും നിന്റെ ജീവിതത്തിലേക്ക് വെളിപ്പെടുക. ഇന്ന് എനിക്ക് ദൈവാത്മാവ് ഒരു ദൂത് വ്യക്തമായി പറയുന്നു, ഈ കാറ്റിനകത്ത് ഒരു വഴി തുറന്നു വരും. വിശ്വസിക്കുന്നവർ ചേർന്ന് ഒരാമയും പറഞ്ഞാട്ട്. ഈ കാറ്റിനകത്തും ഒരു വഴി തുറന്നു വരും. ഈ പ്രതികൂലത്തിനകത്തും ഒരു വഴി തുറന്നു വരും. ഈ പ്രതിസന്ധിക്കകത്തും നിനക്കൊരു വഴി. ഒരു വാക്യം കൂടെ വേഗത്തിൽ വായിക്കാം. വായിച്ചെങ്കിലേ നമുക്ക് ഈ ദൂത് പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ. ശ്രദ്ധിച്ചു കേൾക്കണമേ. ആമേൻ. നഹൂം പ്രവാചകൻ 1-7 വാക്യം, യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു. യഹോവ കഷ്ടത്തിൽ എന്താണ്? ശരണമാകുന്നു. തങ്ങൾ ആശ്രയിക്കുന്നവരെ പാട്ടുണ്ടായിരുന്നു, ഇപ്പൊ ആരും പാടാറില്ല. ശരണമവൻ തരും താൻ ചിറകുകളിൻ കീഴിൽ പരിചയം. യെശയ്യാവിന്റെ പ്രവചനം എടുത്ത് 25-ാം അധ്യായം, ഹല്ലേലൂയ, 25-ാം അധ്യായം 4-ാമത് വാക്യം ശ്രദ്ധിച്ചു കേൾക്കണം. ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ, ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ, മതിലിന് നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ, ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുമ്പോൾ. അപ്പൊ ശ്രദ്ധിക്കണം, ഭയങ്കരന്മാരുടെ ചീറ്റൽ. 5 മിനിറ്റ് അവിടെ നിൽക്കുക. കഷ്ടത്തിൽ അവൻ ശരണമാന്ന് പറയാൻ പോവാ ദൂത്. ഒരാമീൻ പറഞ്ഞാട്ട്. പ്രാർത്ഥിക്കുന്ന നിനക്കെതിരെ ചീറ്റുന്ന ചില ദുർശക്തിയെ നോക്കിക്കൊണ്ട് ദൈവം പറയുക, ഇനി നിനക്ക് ചീറ്റാൻ പറ്റാത്ത പോലെ ഭയങ്കരന്മാരുടെ ചീറ്റൽ. എനിക്ക് ബോധ്യപ്പെടുന്നു, വളരെ ഇന്നസെന്റായ ഹൃദയത്തോടെ പ്രാർത്ഥിച്ചിട്ടും നിനക്കെതിരെ ചീറ്റുന്ന ചില ദുർശക്തികളെ ദൈവം കാണുക. ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിനു നേരെ
ഒരു കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവൻ ഒരു ദുർഗവും, എളിയവന് ഒരു ദുർഗവും, എന്റെ കർത്താവ് ഒരു ദുർഗമാണ്. ഒരാമയും പറഞ്ഞാട്ട്, ഒരാമയും പറഞ്ഞാട്ട്. എനിക്കറിയത്തില്ല, ചില പൈശാചിക മണ്ഡലങ്ങളിൽ നിന്ന് ചീറി അടുക്കുന്ന ദുർശക്തികൾ നിനക്കെതിരെ പോരാടുമ്പോൾ ദൈവം പറയുക, നിന്റെ മതിൽ ഉറപ്പായി നിൽക്കുക. ഇരമ്യാവിനോട് പറയുമ്പോൾ ഞാൻ നിന്നെ താമര മതിലാക്കി വെക്കും. അങ്ങനെ ഒരു വാക്യം ഇരമ്യാവിന്റെ പ്രവചനത്തിലുണ്ട്, ഇല്ലേ? 1-ാം അധ്യായം 18-ാം വാക്യം ഇരമ്യാവിനോട് പറയുക, ഞാൻ ഇന്ന് സർവ്വദേശത്തിനും യഹൂദ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശത്തിലെ ജനത്തിനും നേരെ ഉറപ്പുള്ള ഒരു പട്ടണവും ഇരുമ്പ് തൂണും താമ്ര മതിലുകളും ആക്കിയിരിക്കുന്നു. ഇരമ്യാവേ, നിന്നെ ഞാനൊരു താമര മതിലാക്കി വെക്കും. പലതും ചീറിയിട്ടും അടുക്കാത്തത്, ചീറ്റിയിട്ടും അടുക്കാത്തതിന്റെ രഹസ്യം നീ ഒരു താമര മതിലാ. സൻബല്ലത്തും തോബിയാവും പറഞ്ഞ പോലെ കുറുക്കം കയറിയ താഴെ വീഴുന്ന മതിലല്ല, ഇതൊരു താമര മതിലാണ്. യെശയ്യാ 45 ഞാൻ നിനക്ക് മുന്നമേ പോകും, ദുർഘടങ്ങളെ വെട്ടിമാറ്റും, താമര വാതിലുകളെ തുറക്കും, ഇരുമ്പോടാമ്പുകളെ കണ്ണിക്കും, കതകുകൾ നിനക്ക് അടയാതിരിക്കേണ്ടതിനും വാതിലുകൾ തുറന്നിരിക്കേണ്ടതിനും ഞാൻ നിന്റെ വലതു കൈക്ക് പിടിച്ചിരിക്കുന്നു. ഇന്ന് പകൽ നിന്നെ ഒരു താമര മതിലാക്കി ദൈവം വെച്ചിരിക്കുക. നീ പാർക്കുന്ന ദേശത്തൊരു താമര മതിലായി നിനക്കതിനെ ചീറി വരാൻ, ചീറ്റുവാൻ ഭയങ്കരന്മാരുടെ ചീറ്റൽ. എനിക്ക് ഇന്ന് ഈ വചനത്തിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം പറയാം. എന്തൊക്കെയോ ദൈവം നിർത്തൽ ചെയ്യാൻ പോവാ. അവൻ ഭൂമിയുടെ അറ്റങ്ങൾ വരെ യുദ്ധം നിർത്തൽ ചെയ്യുന്നു. വില്ലൊടിച്ച്, രഥങ്ങളെ അറുത്ത്, കുന്തങ്ങളെ മുറിച്ച്, അവൻ രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. ഈ വടി എത്ര നാളുകൊണ്ട് ഉപയോഗിക്കുക? 4 മാസം. ജീസസ്, കർത്താവ് തൊട്ടാൽ ഈ വടിയില്ലാതെ ഓടാൻ പറ്റും. യേശു സൗഖ്യമാക്കുന്ന വരെ ഈ വടിയെ പിടിച്ചോ, പിടിച്ചോ, ഈ വടി പിടിച്ചോ, സൗഖ്യം വന്നില്ല. ഏത് കാലിനാ ബുദ്ധിമുട്ടാ? ഒടിഞ്ഞതാ. സോറി. സുവിശേഷ വേല ചെയ്യാനാ വിളി. ചെയ്യുവോ? നേരത്തെ എന്നാ ജോലി ചെയ്യുമായിരുന്നു? നടക്കാൻ ബലം തരാം. സുവിശേഷ വേല ചെയ്യുവോ? അപ്പൊ ഈ വടിയും കൊണ്ടല്ലല്ലോ സുവിശേഷ വേല ചെയ്യേണ്ടി? ആണോ? വടി ഊന്നി ഒരു വീട്ടിൽ സുവിശേഷം പറയാൻ പോകണ്ടല്ലോ. വടി ഊന്നിയവന്റെ വടി മാറ്റണ്ടായി. അപ്പൊ യേശു ഇപ്പൊ തൊടുക, വടിയില്ലാതെ നടക്കാൻ. ഒറ്റയ്ക്ക് വന്നിട്ടുള്ളോ? വീട്ടിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ? എന്ത് ഇദ്ദേഹത്തിന്റെ ഭാര്യ മമ്മയെ വടിയില്ലാതെ നടക്കുമെന്ന് വിശ്വസിക്കുന്നോ? അദ്ദേഹത്തിനെ കർത്താവിന് ഉപയോഗിക്കാൻ പല നാൾ പണ്ട് തൊട്ടേ വേലയ്ക്ക് വിളിയുള്ള ആളാ. ഗ്ലോറി. കർത്താവ് ഇറക്കാൻ പോവാ, നടക്കാൻ പോവാ. ഗ്ലോറി. കർത്താവേ, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. കാലെ കമ്പി ഇട്ടേക്കുവാ, വടിയുടെ സഹായത്തോടെ എഴുന്നേറ്റ് നടക്കുന്നത്. മെഡിക്കൽ സയൻസ് ചെയ്യാൻ കഴിയാത്തത് യേശു ചെയ്യാൻ പോവാ. ഇന്ന് പോകുമ്പോൾ വടി ഇങ്ങനെ എടുത്തോണ്ട് പിടിച്ചോണ്ട് പോകണം. ഒന്ന് വിട്ടേ, ഇങ്ങനെ ഇങ്ങനെ മാമേ, ഇങ്ങനെ പിടിച്ചോണ്ട് പോകണം. യേശു സൗഖ്യമാക്കിയ വാർത്ത. ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോവാ. നിങ്ങളൊരു വഴി കൊടുത്തേ. ഇവിടെ നിൽക്കുന്നവർ കുറച്ച് പുറകോട്ട് നീങ്ങി കൊടുത്തേ. ഈ അച്ഛനെ ഞാൻ താഴോട്ട് നിറക്കാൻ പോവാ. ജീസസ്. അച്ഛാ, എൻ്റെ കൂടെ താഴോട്ട് ഇറങ്ങി വന്നേ. അച്ഛാ, ബലമൊക്കെ കിട്ടിക്കഴിഞ്ഞ അച്ഛൻ ഇനി ടെൻഷൻ വേണ്ട. വീട്ടിൽ നിന്ന് വന്ന അച്ഛനല്ല ഈ അച്ഛൻ. നോക്ക്, ഇങ്ങോട്ട് നോക്ക്. എല്ലാ ബലഹീനതയും ഞാൻ വടി കൈ തരും, പക്ഷെ ഇങ്ങനെ ഇടിക്കാനല്ല, ഇങ്ങനെ പിടിക്കാൻ. പിടിച്ചോ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. ഇങ്ങോട്ട് സൗഖ്യമായിട്ടില്ല, തൊട്ടതേ ഉള്ളൂ, പക്ഷെ ഇപ്പൊ സൗഖ്യമാവും. അമ്മാമ്മയുടെ കയറി നിന്നേ. ഇവര് ഭാര്യയും ഭർത്താവിനും കൂടെ നിർത്തി പ്രാർത്ഥിക്കാൻ പോവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അഭിഷക്തന്മാർ പ്രാർത്ഥിക്കുക. ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ ശക്തി ഈ മകന് മേൽ വ്യാപരിക്കട്ടെ.
വടിയിൽ നടക്കുന്ന ഇവൻ പൂർണ്ണമായി സൗഖ്യമാകട്ടെ. അച്ചായ യേശു തൊട്ട് കഴിഞ്ഞു. അച്ഛൻ അങ്ങോട്ട് നടന്നേച്ചാ. പിന്നെ അച്ഛാ ഏന്തില്ലാതെ നടക്കച്ചാ. പിന്നെ 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 അച്ഛാ വീഴുന്നില്ലല്ലോ. പിന്നെ ഇച്ചിരി വഴി മാറി കൊടുത്തേ. അവിടെ ഒരു വഴി കൊടുത്തേ. യെസ്. പിന്നെ 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 അച്ഛാ തിരിച്ചാ വടി പൊക്കി പിടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേ. ആഹാ. പിന്നെ യെസ്. ഒന്ന് കരം അടിച്ചേ. യെസ്. വടി ഇല്ലാതെ നടക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ ഇതാ യേശുവിന്റെ നാമത്തിൽ ആ വടി പൊക്കി പിടിച്ചോണ്ട് യേശു ജീവിക്കുന്ന ദൈവമാണെന്ന് ഇവിടെ തെളിയിക്കുകയാണ്. അച്ഛാ നടന്നിട്ട് വല്ല കുഴപ്പമുണ്ടോ അച്ഛാ? ഇല്ല. ഇല്ല. വേദന പോയി? വേദന ഇല്ല. വീഴാൻ പോകുന്നില്ല? ഇല്ല. മാമ ഇങ്ങനെ നടക്കാൻ പറ്റത്തില്ലായിരുന്നോ? ഇങ്ങോട്ട് വന്നേ മാമേ. ഇങ്ങനെ നടക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇനി നടക്കാൻ പറ്റുമെന്നും പ്രയാസമായിരുന്നു. പക്ഷെ യേശു തൊട്ടു. അമ്മാമ കണ്ടോ അമ്മാമ്മയുടെ ഭർത്താവ് ഇങ്ങനെ വടിയും കൈപ്പിടിച്ചോ നടക്കുന്നത്? യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കും. നിങ്ങൾ രണ്ട് കൈകളും നെയ്യോട് ചേർത്ത് വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ലവ് യു ഫാദർ. ഞങ്ങളെ സ്നേഹിക്കുന്ന യേശുവേ, ഈ വചനം കേട്ടുകൊണ്ടിരുന്ന അങ്ങയുടെ മക്കളെ അങ്ങ് കാണുന്നുണ്ട്. സ്തോത്രം. ചില ദിവസങ്ങളായി അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ പ്രശ്നത്തെ എൻ്റെ ദൈവം എടുത്തു മാറ്റണം. അവരുടെ ഹൃദയത്തിലെ ആഗ്രഹം എൻ്റെ കർത്താവർക്ക് സാധിപ്പിച്ചു കൊടുക്കണം. മാറയിലെ വെള്ളത്തിൻ്റെ കയ്പ് മാറ്റുന്ന പോലെ അവരുടെ കയ്പിനെ ദൈവം മാറ്റണം. അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. അവരുടെ കടഭാരങ്ങൾ മാറട്ടെ. ലോർഡ്, യേശുവിൻ്റെ നാമത്തിൽ അവർ വിടുവിക്കപ്പെടട്ടെ. ഈ വചനം അവരുടെ വീട്ടിൽ മുഴങ്ങിയപ്പോൾ അവരുടെ വീട്ടിലെ ഇരുട്ടെല്ലാം മാറി വെളിച്ചമായതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളുടെ വിഷയത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യും. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ വരിക. നാളെ ഇതേ സമയം വീണ്ടും നമുക്ക് ഒന്നിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.